നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 693rd day. Today 12th sloka of Pradhama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 693 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ചിത്രധാതു വിചിത്രാധീൻ അഭഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീം സുരസേവിതാഃ. ചിത്രധാതു വിചിത്രാധീൻ അഭഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിതാഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ചിത്രധാതു വിചിത്രാദീൻ ഇബ ഭഗ്ന ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിത. അതായത് ചിത്രധാതു വിചിത്രങ്ങളായിട്ടുള്ള ധാതുക്കളെ കൊണ്ടും അനേകം നിറമുള്ള പർവ്വതങ്ങളെ കൊണ്ടുമൊക്കെ നിറഞ്ഞിട്ടുള്ള ഇബഭഗ്ന ഭുജദ്രുമാൻ ആനകൾ ആൽ ഒടിക്കപ്പെട്ട കൊമ്പുകളോട് കൂടിയ മരങ്ങളെയും ഇവിടെ നാം ഓർക്കണം. നാരദർ വടക്കോട്ട്, അതായത് ഹിമാലയ ഭാഗത്തേക്ക് തൻ്റെ ഗൃഹത്തിൽ നിന്നും അമ്മ മരിച്ചതിന് ശേഷം വടക്കോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് താൻ വടക്കോട്ട് പോകുമ്പോൾ വഴിയിൽ കാണുന്നതായ കാര്യങ്ങളെ വ്യാസമഹർഷിക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് നാം ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ കണ്ട ആ പ്രകൃതിയെ വർണ്ണിക്കുകയാണ് ഇത്. വിചിത്രങ്ങളായിട്ടുള്ള ധാതുക്കളെ കൊണ്ട് നിറഞ്ഞത്. ധാതു വിചിത്രാദീൻ ഇബ ഭഗ്ന ഭുജദ്രുമാൻ, അതായത് ആനകളാൽ ഒടിക്കപ്പെട്ട കൊമ്പുകളോടുകൂടിയ മരങ്ങളെയും ശിവജലാൻ തെളിഞ്ഞ വെള്ളം, ജലാശയം എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, ശിവജലം തെളിഞ്ഞ ജലമുള്ള കുളങ്ങളെയും നളിനീം എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്ക, നളിനീം സുരസേവിത ദേവന്മാരാൽ സേവിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദേവന്മാരാൽ ഉപയോഗിക്കപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള താമരപ്പൊയ്കകളെയും താൻ കണ്ടു എന്ന് ഇനിയും ആകെ 4 ശ്ലോകത്തിലൂടെയാണ് ഈ പ്രകൃതിയെ വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകം കഴിഞ്ഞ് ഇപ്പോൾ ഇത് 2ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ പറയുകയാണ് വിവിധങ്ങളായിട്ടുള്ള സ്വർണ്ണവർണ്ണങ്ങളും മറ്റുമുള്ള ധാതുക്കൾ നിറഞ്ഞ പർവ്വതങ്ങളെയും ആനകളാൽ ഒടിക്കപ്പെട്ട കൊമ്പുകളോടുകൂടിയ മഹാവൃക്ഷങ്ങളെയും തെളിഞ്ഞ വെള്ളമുള്ള പ്രകൃതി രമണീയമായ കുളങ്ങളെയും. എങ്ങനെയുള്ള കുളങ്ങളാണെന്നാൽ സുരസേവിതൻ ദേവന്മാരാൽ സേവിക്കപ്പെട്ട കുളങ്ങളെയും ചിത്രസ്വനി ബഹുവിധ ശബ്ദങ്ങളോട് കൂടിയ പക്ഷികളെ കൊണ്ട്, അത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. ചിത്രസ്വനിയൊക്കെ സുരസേവിത ദേവന്മാരാൽ സേവിക്കപ്പെടുന്നതുമായ നളിനിയും താമരപ്പൊയ്കകളെയും താൻ കണ്ടു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രകൃതി രമണീയ വടക്കോട്ടുള്ള ഭാഗത്തിൻ്റെ പ്രകൃതി രമണീയതയാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിലൂടെ നാരദർ വ്യാസർക്ക് വർണ്ണിച്ച് കാണിക്കുന്നത്. വർണ്ണനയിലൂടെ തന്നെ നമുക്ക്
ആ സ്ഥലത്ത് എത്തിച്ചേർന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർണ്ണനയാണ് ഇവിടെ വ്യാസഭഗവാൻ നടത്തുന്നത്. വ്യാസഭഗവാനോട് നാരദർ പറയുന്നതായിട്ടാണ് ഉള്ളത്. ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. വ്യാസഭഗവാൻ എഴുതിയ അത് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്രീമദ് മഹാഭാഗവതം. സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, അതിൻ്റെ ഉള്ളിൽ സംവാദം, ഇങ്ങനെ ഒരു സംവാദ പരമ്പര തന്നെയായിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം സമ്പൂർണവും ഉള്ളത്. ശ്ലോകം ഒരിക്കൽ കൂടി. ചിത്രധാതു വിചിത്രാദീൻ ഇഭവഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിതാഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.